ജമൈക്കയിലും ഹെയ്ത്തിയിലും ക്യൂബയിലും നാശം വിതച്ച മെലിസ ജമൈക്കയിലും ഹെയ്ത്തിയിലും മാത്രം 25-ലേറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജമൈക്കയിൽ 295 കിലോമീറ്റർ ഏറെ വേഗതയിൽ വീശിയടിച്ച മെലിസ അറ്റ്ലാന്റിക്കിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റെന്ന് രേഖപ്പെടുത്തി. ജമൈക്ക, ബഹാമസ്, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ഹെയ്തി എന്നിവിടങ്ങളിലേക്ക് US രക്ഷാപ്രവർത്തകർ ഉടനെത്തും. കിഴക്കൻ ക്യൂബയിൽ 7 ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഐസൻ, അതായത് ഒരു വലിയ ചുഴലിക്കാറ്റ്, ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചുഴലിക്കാറ്റ് എന്നാണ് ഈ ഒരു മെലിസയെ വിശേഷിപ്പിക്കുന്നത് തന്നെ. അതായത് നാശം ഇനിയും ഉയരും എന്ന കാര്യത്തിൽ സംശയമില്ല, അല്ലേ? തീർച്ചയായും നിഖിൽ, അറ്റ്ലാന്റിക്കിലെ ഏറ്റവും ശക്തമായ ഒരു കൊടുങ്കാറ്റായാണ് മെലിസയെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അന്താരാഷ്ട്ര ഏജൻസികൾ സ്ഥിരീകരിക്കുന്നതെല്ലാം കണക്ക് കൂട്ടുമ്പോൾ 25-ലേറെ മരണങ്ങൾ നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ ജമൈക്കയിൽ ഈ കാറ്റ് വീശിയത് ചരിത്രത്തിൽ ഏറ്റവും വലിയ വേഗതയിലാണ്. അതായത് 295-ലേറെ, ചില സ്ഥിരീകരണങ്ങൾ വരുന്നത് ചില മേഖലകളിൽ റെക്കോർഡ് ചെയ്തത് 298 കിലോമീറ്റർ പെർ അവർ എന്ന വേഗതയിലാണ് കാറ്റടിച്ചത് എന്നൊരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാറ്റഗറി 5, അത് അതീവ ഗുരുതരമായ കൊടുങ്കാറ്റിന്റെ കൂട്ടത്തിൽപ്പെടുന്ന കാറ്റഗറി 5-ലാണ് ഈ കാറ്റിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അറിയാനും സാധിക്കുന്നത്. ക്യൂബയിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ താരതമ്യേന കാറ്റഗറി 3 എന്ന് പറയുന്ന രീതിയിലാണ് കാറ്റ് വീശിയത്. ഏതാണ്ട് 190 കിലോമീറ്ററിലേറെ വേഗതയിലാണ് ക്യൂബയിലും കാറ്റ് വീശിയത്. ഏതാണ്ട് തെക്കുകിഴക്കൻ ക്യൂബയിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതിശക്തമായ കാറ്റ് ബഹാമസിലും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലും എല്ലാം തന്നെ വീശിയെന്നും നമുക്ക് റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നുണ്ട്. ഇവിടങ്ങളെല്ലാം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പല കെട്ടിടങ്ങളുടെയും മേൽക്കൂരകൾ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന ഒരു റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതിശക്തമായ കൊടുങ്കാറ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് വലിയ തോതിലാണ്. മാത്രമല്ല, ഈ ക്യൂബയിൽ മാത്രം മാറ്റി പാർപ്പിച്ചത് 8 ലക്ഷത്തോളം പേരെയാണ് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. 7 ലക്ഷത്തോളം പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്നിട്ടും ഇത്തരത്തിൽ നാശനഷ്ടങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ കാറ്റിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാറ്റിന്റെ വേഗം കുറയുന്നുണ്ട് എങ്കിൽ കൂടി എപ്പോഴേക്കാണ് ശാശ്വതമായൊരു ആശ്വാസത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുക എന്നത് ഇനിയും മണിക്കൂറുകൾക്കകം തിരിച്ചറിയാനാവുകയുള്ളൂ. ശരി ഐസൻ.